എല്ലാവർക്കും ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പറങ്കി മാങ്ങ കൊണ്ടൊരു മുട്ടായി കർച്ചാപ്പാറച്ചി. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് അങ്ങോട്ട് കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചാണ്ട് പൊട്ടിച്ചുക. കമൻറ്റ് എന്തായാലും വേറെ എല്ലാവർക്കൊക്കെ അടിച്ചു കൊടുക്കണം കേട്ടോ. ഇത് ഒരു മുട്ടായി റെസിപ്പിയാണ്. ഇതൊക്കെ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു കർച്ചാപ്പറച്ചി ഉണ്ടാക്കുക ഗൈസ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒന്ന് വിട്ട് കൊടുക്കണം ഗൈസ്. പറങ്കി മാങ്ങ കഴുകി വെച്ചു. ഞങ്ങൾ മിക്സിക്ക് ഇട്ടു. നല്ലപോലെ അടിച്ചെടുത്ത് ഒരു അരിപ്പയിലാക്കി. അതിന് സുനാമ്പിളയൊക്കെ നമുക്ക് അങ്ങനെ മാറ്റി അതിന് കുഴക്കണം. നമ്മൾ വീഡിയോ കാണുന്ന മാതിരി കുഴക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും വേറൊരു പാത്രത്തേക്ക് വീണ്ടും അരിപ്പയിലാക്കണം. അല്ലെങ്കിൽ വീണ്ടും അങ്ങനെ തന്നെ ആവും. അതിനുള്ളിലേക്ക് വേറെ സാധനങ്ങൾ പോയിട്ടുണ്ടാവും. അങ്ങനെ 2 വട്ടം ചെയ്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഞങ്ങൾക്ക് വേണ്ടത് അരി വറുത്തതും കടലയും. ഞങ്ങൾക്ക് മെയിൻ സാധനം ഉപ്പിട്ട് കടല വറുക്കണം. എന്താ അറിയോ, നിങ്ങളൊക്കെ അങ്ങനെ തന്നെ കാടുക. മണലുകൊണ്ട് എന്താണ് കാട്ടണമല്ലേ, അതിൻ്റെ പേര് ഓർമ്മയില്ല. എന്തായാലും ഇപ്പം എന്താ കടല കഴിക്കാനും കടല. ഇതായിപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ആക്കിയെടുത്തു. ഇതിപ്പോൾ ഫ്രൈ ആയിങ്ങാണ്ട് നമ്മൾ ഇനി പൊടിച്ചിടണം കേട്ടോ. അതിൻ്റെ ഇതൊക്കെ ആ തൊലി പൊടിച്ചില്ലേ, അതിനൊരു രസം കിട്ടില്ല. അപ്പോൾ എന്തായാലും പൊടിച്ചിടണം കേട്ടോ. അത് ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് ആദ്യം ഒരു പറങ്കി മാങ്ങയുടെ ഒരു നീര് കാണിച്ചു തന്നില്ലേ, ആ നീരാണ് ഈ നീര്. നമ്മൾ ശർക്കര ഇടിക്കണം. അത് നമ്മൾ പെട്ടെന്ന് ഇതിലേക്ക് ഇടണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടാണ്ട് പണി പെട്ടെന്ന് അവസാനിക്കണം കേട്ടോ. അപ്പോൾ പണിയൊക്കെ പെട്ടെന്ന് അവസാനിച്ച് നമ്മളങ്ങനെ ഇളക്കി കൊടുത്ത് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇതില്ലേ, അപ്പോൾ അരി വറുത്തതും കടലയും പിന്നെ തേങ്ങയൊക്കെ വേണം കേട്ടോ. നമ്മൾ ഈ തേങ്ങ ഇട്ടു, കടല ഇട്ടോ. എന്നിട്ട് നമ്മൾ ലാസ്റ്റാക്കി തേങ്ങ ഇടുക കേട്ടോ. നല്ല പോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. നല്ല പോലെ ഇളക്കണം കേട്ടോ. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉണ്ടാവും ആൾക്കാരൊക്കെ. ഇപ്പോൾ നമുക്ക് ഇതൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെക്കണം കേട്ടോ. നിങ്ങളൊക്കെ എന്താ കേട്ടതിന് ഈ വീഡിയോ കാണാൻ വരാണ്ട് ഇപ്പോൾ കാട്ടുക, ഞാൻ പറയണ വരാണ്ട് കാട്ടിയാൽ ഇത് ചോദിച്ച് വന്നു. ഇനി നമ്മൾ വേഗം പാത്രത്തേക്ക് ഇടുക, അല്ലെങ്കിൽ കരിയും. ഇതിൻ്റെ സൗണ്ട് എന്താ മാറിക്കണമെന്ന് അറിയിച്ചാൽ മൂക്കടപ്പാണ് കേട്ടോ. ഞങ്ങളുടെ ഇതിൻ്റെ സൗണ്ടൊക്കെ മാറിക്കണു. ഇത് നേരെ ചോദിച്ച് വന്ന് പ്ലേറ്റൊക്കെ കണ്ട് മാറ്റി. എന്തൊരു മണമുണ്ട് കേട്ടോ. ഞാനവിടെ കളിച്ചേനു. എന്നിട്ട് എന്തൊരു മണം വന്നപ്പോൾ ഞാൻ ഓടി വന്നതാണ്. എന്നിട്ട് ഞാൻ പറയാൻ വന്നു, ഇത് ഇനി സ്പൂണിലൊക്കെ ആക്കണം കേട്ടോ. വേഗം ആക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് കട്ട പിടിച്ചിട്ട് മുന്നേ നമ്മൾ ആക്കിയില്ലേ, അത് കട്ട പിടിച്ചു. അതായത് ശർക്കര കൊണ്ട് ഉണ്ടാക്കിയാലേ. എന്നിട്ട് നമ്മൾ നല്ല ഉരുട്ടിയിരിക്കണം. അത് ശർക്കര കൊണ്ട് ഉണ്ടാക്കിയോണ്ട് പെട്ടെന്ന് ഒട്ടു കേട്ടോ. നിങ്ങൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, ഫ്രിഡ്ജിൽ സാധനം വെക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ റോൾ കവറിലാക്കി വേഗം കഴിച്ചണം.